നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ല. നമ്മുടെ എല്ലാവരുടെ ലൈഫും ഇറ്റ്സ് പ്രീ പ്ലാൻഡ് ആൻഡ് ദ വൺ ഹൂ പ്ലാൻഡ് ഇറ്റ് നോസ് എവറിത്തിങ് അബൌട്ട് അസ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈസ് ടു ലേൺ ഫ്രം എവറിത്തിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ് അറൗണ്ട് അസ്. ആൻഡ് വൺസ് വി ലേൺ, നമുക്ക് ഈ പ്രശ്നങ്ങളുടെ ഒക്കെ മുകളിലൂടെ നമുക്ക് പറക്കാനായിട്ട് പറ്റും. See, wings alone aren't enough to fly. We need to have the courage and we need to learn how to fly. സോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു 500 രൂപയ്ക്ക് താഴെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സിനിമാറ്റിക് ലൈറ്റിംഗ് സെറ്റപ്പിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരൊറ്റ ലൈറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിനിമാറ്റിക് ആയിട്ടുള്ള 6 ലൈറ്റിംഗ് സെറ്റപ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനൽ നമ്മൾ ഫോട്ടോഗ്രാഫി ആൻഡ് ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അപ്പുറത്തുള്ള ഒരു ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു സിനിമാറ്റിക് ലൈറ്റിംഗ് സെറ്റപ്പ് നമ്മൾ ട്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോയ്ക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ഗോഡോക്സിൻ്റെ M150 എന്ന് പറയുന്ന ഒരു അടിപൊളി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പോക്കറ്റ് ലൈറ്റാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു റിവ്യൂ ഒന്ന് കാണാം. ഒരു കിടിലൻ ലൈറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു ലൈറ്റ് സ്റ്റാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും സംഭവങ്ങൾ നമ്മൾ ആകെ കൂടി യൂസ് ചെയ്യുന്നത്. നമ്മളൊരു സെക്കൻഡറി ലൈറ്റോ വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഒരു കീ ലൈറ്റ് മാത്രം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ സബ്ജക്റ്റിനെ ഒന്ന് പൊസിഷനിൽ ഇരുത്തി ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റിൽ നമുക്ക് ഒരിക്കലും ഹാർഷ് ആയിട്ടുള്ള ലൈറ്റ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഫേസിലോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റാണ് അടിപൊളി റിസൾട്ട് തരുന്നത്. ഇതേപോലത്തെ ഒരു 5-in-1 റിഫ്ലക്ടർ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഇതിനകത്ത് നമുക്കൊരു ഡിഫ്യൂസർ വരുന്നുണ്ട്. സോ ഈ ഒരു ഡിഫ്യൂസർ യൂസ് ചെയ്തിട്ടായാലും നമുക്ക് നമ്മുടെ ലൈറ്റിനെ ഡിഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് സെറ്റപ്പ് നമുക്ക് കിട്ടും. ഇത് നിങ്ങളുടെ കയ്യിൽ ഡിഫ്യൂസറും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ട് ഈ ലോകത്തിൻ്റെ ഭയങ്കര റെയറായിട്ട് കിട്ടാൻ ഒരു ചാൻസ് ഇല്ലാത്തൊരു സാധനമുണ്ട്. ഈ 50 പൈസയുടെ വെള്ള കളറിലെ കവർ. നമ്മൾ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക, എന്നിട്ട് നമ്മുടെ ലൈറ്റിൻ്റെ മുകളൊന്ന് ഊതി വീർപ്പിച്ച് കിട്ടുക. അതായത് നമുക്ക് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് നമുക്ക് കിട്ടും. ഇനി നമ്മുടെ ഒരു ലൈറ്റിൻ്റെ സോഫ്റ്റ്നെസ് നമ്മളെങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ വിരലെടുത്തിട്ട് നമ്മുടെ ഫേസിൻ്റെയും നമ്മുടെ ലൈറ്റിൻ്റെയും ഇടയിലായിട്ട് നമ്മളൊന്ന് പിടിക്കാം. അങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ വിരലിൻ്റെ ഷാഡോ നമ്മുടെ ഫേസിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ആ ഒരു ലൈറ്റ് നമ്മൾ സോഫ്റ്റൻ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡയറക്റ്റ്ലി നമ്മളിപ്പോൾ ടിക്ടോക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ റിംഗ് ലൈറ്റ് എടുത്ത് നേരെ നമ്മുടെ ഫേസിലോട്ട് അടിക്കും. അതുപോലെ ആ ഒരു സെറ്റപ്പിനൊക്കെ മാറ്റി ആ ഒരു ഫ്ലാറ്റ് ലൈറ്റ് മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ വെച്ചിരിക്കുന്ന ആ സെയിം പൊസിഷനിൽ നമ്മൾ നമ്മുടെ ലൈറ്റ് കൊണ്ടുവയ്ക്കാം. എന്നിട്ട് ക്യാമറയെക്കാളും നല്ലൊരു ഹൈറ്റ് ഡിഫറൻസ് നമ്മുടെ സബ്ജക്റ്റ് ഇരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റിൽ നമ്മൾ ഈ ലൈറ്റ് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ടിൽട്ടബിൾ ഹെഡ് നമുക്ക് ഈ ഒരു ഗോഡോക്സിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് വെച്ച് നമ്മൾ ഈ ലൈറ്റിൻ്റെ ആംഗിൾ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോകണം. ഒരു 45 ഡിഗ്രി ആംഗിൾ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ലൈറ്റ് നമ്മുടെ ഫേസിലോട്ട് കിട്ടും. ആൻഡ് നമുക്ക് ഈ 2 സൈഡിലായിട്ടും ചെറിയ രീതിയിൽ ഷാഡോസും അതുപോലെ തന്നെ നമ്മുടെ ഈ നെക്ക് റീജിയനിലായിട്ടും കുറച്ച് ഷാഡോസ് ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ടോപ്പ് ആംഗിളിൽ നിന്ന് ലൈറ്റ് വയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ഐ ബാഗ്സ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് അധികം ഷാഡോസിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ജോ ലൈൻ കുറച്ചുകൂടി ഡിഫൈൻഡ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഈ ഡബിൾ ചിൻ എന്ന് പറയുന്ന സാധനം ഇങ്ങനത്തെ ഒരു ലൈറ്റിംഗ് സെറ്റപ്പിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈറ്റിംഗ് സെറ്റപ്പിൻ്റെ പേര് എന്ന് പറയുന്നത് ബ്യൂട്ടി ലൈറ്റിംഗ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബ്യൂട്ടി ഫോട്ടോസ് അല്ലെങ്കിൽ ഗ്ലാമർ ഫോട്ടോസ്, അല്ലെങ്കിൽ നമ്മുടെ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം റീൽസ്, അതല്ലെങ്കിൽ എന്താ പറയുക ടോക്കിംഗ് ഹെഡ് വീഡിയോസ്, ഇതിനൊക്കെ നമുക്ക് ഈ ഒരു ടൈപ്പ് ലൈറ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ലൈറ്റിംഗ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെക്ക് റീജിയനിൽ നമുക്ക് ചെറിയൊരു ഷാഡോ ഇവിടെ ഫോം ചെയ്യും. ഇപ്പോൾ എന്നെ പോലത്തെ ഇതേപോലത്തെ നല്ല കട്ട താടിയുള്ള ആൾക്കാർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷാഡോ എന്ന് പറയുന്നത് പ്രശ്നമായിരിക്കില്ല. കാരണം ഇവിടെ വരെ താടിയുള്ളതുകൊണ്ട് ആ ഒരു ഷാഡോ ബാധിക്കില്ല. താടി ഇല്ലാത്തവരാക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് നമ്മുടെ 5-in-1 റിഫ്ലക്ടറിൻ്റെ തന്നെ ആ ഒരു സിൽവർ കളറുള്ള റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഭാഗമല്ലേ, അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ മടിയിൽ ഇങ്ങനെ വിരിച്ച് വയ്ക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഈ വരുന്ന ലൈറ്റ് ഇവിടെ നിന്ന് ബൗൺസ് ചെയ്ത് നമ്മുടെ ഈ നെക്ക് റീജിയനിലെ ഷാഡോസിന് കുറച്ച് ചെറിയൊരു ഫില്ല് കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൈറ്റിംഗ് സെറ്റപ്പ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ലൈറ്റിംഗ് സെറ്റപ്പിനായിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ലൈറ്റും ലൈറ്റ് സ്റ്റാൻഡും നമ്മൾ കുറച്ച് സൈഡിലോട്ട് ഒന്ന് നീക്കി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമറയുടെയും സബ്ജക്റ്റിൻ്റെയും ഒരു 45 ഡിഗ്രി ആംഗിൾ നമ്മുടെ ലൈറ്റ് പ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ആംഗിൾ നമ്മളൊരു
45 ഡിഗ്രിയിൽ വെക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ ലൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ ഒരു ഷാഡോ ഇവിടെ ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സൈഡൊന്നും ഫിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് വരുന്നത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് റെംബ്രൻറ്റ് ലൈറ്റിംഗ് എന്നാണ്. നമുക്കിത് വേണമെങ്കിൽ ഇൻ്റർവ്യൂ പർപ്പസ് അല്ലെങ്കിൽ ടോക്കിംഗ് ഹെഡ് വീഡിയോസ് നമ്മുടെ ഷോർട്ട് ഫിലിംസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ലൈറ്റിംഗ് സെറ്റപ്പാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ലൈറ്റിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഈ ലൈറ്റ് നമ്മൾ നേരെ എടുത്ത് പ്രിഫറബിൾ സൈഡ് തന്നെയാണ് നമ്മൾ ഇവിടെ ലൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് സോഫ്റ്റ് ലൈറ്റ് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് ആ ഒരു ഡിഫ്യൂഷൻ ഊരി കളഞ്ഞ് അത്യാവശ്യം ഹാർഡായിട്ടൊരു ലൈറ്റിംഗ് ആയാലും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇനി ഈ ലൈറ്റിംഗ് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് സ്പ്ലിറ്റ് ലൈറ്റിംഗ് ആണ്. അതായത് നമ്മുടെ ഫേസിൻ്റെ ഒരു സൈഡാണ് ഇവിടെ പ്രോപ്പർലി ലിറ്റ് ഉള്ളൂ, മറ്റേ സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡാർക്ക് ആയിരിക്കും. മേ ബി ഒരു ഈവിൾ സൈഡ് അല്ലെങ്കിൽ ഒരു ഹൊറർ സൈഡൊക്കെ കാണിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ലൈറ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്, അങ്ങനത്തെ സീനൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് ഈ ഒരു സ്പ്ലിറ്റ് ലൈറ്റിംഗ് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് സെറ്റപ്പാണ്. നമ്മുടെ നാലാമത്തെ ലൈറ്റിംഗ് എന്ന് പറയുന്നത് വേറെ നമ്മൾ ഈ ലൈറ്റ് നമ്മൾ നേരെ എടുത്ത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ബാക്കിൽ കൊണ്ടുവയ്ക്കുകയാണ്. സോ ഇങ്ങനെ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ബാക്കിൽ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് ഒരു റിം അല്ലെങ്കിൽ ഒരു എഡ്ജ് ലൈറ്റ് നമ്മുടെ ബോഡിയുടെ ചുറ്റും ഫോം ചെയ്യും. സോ ഇതിനാണ് നമ്മൾ ഈ ഒരു ബാക്കിൽ കൊണ്ടുപോയി വെക്കുന്നത്. ഇത് മെയിൻലി നമുക്ക് മ്യൂസിക് പർപ്പസിനോ അതല്ലെങ്കിൽ നമ്മുടെ വണ്ടികളുടെ ഒരു ഹെഡ്ലൈറ്റ് റിസംബിൾ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ബാക്ക് ലൈറ്റ് ആയിട്ട് നമ്മുടെ സബ്ജക്റ്റിനെ കാണിക്കാനാണ് നമ്മൾ ഈ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ലൈറ്റിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. നമ്മുടെ ഈ ബാക്കിലിരിക്കുന്ന ലൈറ്റ് നമ്മൾ നേരെ നമ്മുടെ സബ്ജക്റ്റിൻ്റെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലോട്ട് കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഈവൻലി ലിറ്റും നമ്മുടെ സബ്ജക്റ്റിലോട്ട് തീരെ വെളിച്ചില്ലാണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് നമുക്കൊരു സിലൗട്ട് ലൈറ്റിംഗ് സെറ്റപ്പാണ് നമുക്ക് തരുന്നത്. സിലൗട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മേ ബി എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള സമയത്ത് നമ്മളൊരു മലയുടെ മുകളിലോ അല്ലെങ്കിൽ ഒരു ബീച്ചിലൊക്കെ പോയേക്കാൻ നമുക്ക് കാണില്ലേ, ബാക്കിൽ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടായിരിക്കും, നമ്മുടെ സബ്ജക്റ്റ് ഭയങ്കര ഡാർക്ക് ആയിരിക്കും. ഇതിനാണ് നമ്മൾ ഈ ഒരു സിലൗട്ട് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു സിലൗട്ട് ലുക്ക് നമ്മൾ പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൊറർ സീനുകൾക്കോ അതല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഡാർക്ക് തീമിൽ വരുന്ന സ്റ്റോറികൾക്കൊക്കെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലൈറ്റിംഗ് സെറ്റപ്പാണ് ഈ ഒരു സിലൗട്ട് ലൈറ്റിംഗ് സെറ്റപ്പ്. ഇനി നമ്മുടെ ഫൈനൽ ലൈറ്റിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് അഡീഷണൽ ഒരു സാധനം വേണ്ടി വരും. വേറെ ഒന്നുമല്ല, ഒരു ജെൽ പേപ്പർ. നമുക്ക് ഏത് കളർ ലൈറ്റിംഗ് ആണോ നമുക്ക് വേണ്ടത് ആ കളറിൽ ജെൽ പേപ്പർ പർച്ചേസ് ചെയ്യുക. വെറും 5 രൂപയോ അല്ലെങ്കിൽ 6 രൂപയാണ് ഈ ഒരു ജെൽ പേപ്പറിൻ്റെ പ്രൈസ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഈ ജെൽ പേപ്പർ എടുക്കുക. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മറ്റൊരു സാധനം കൂടി ഉണ്ട്, റബ്ബർ ബാൻഡ്. ഈ റബ്ബർ ബാൻഡ് എടുത്ത് നമ്മളിവിടെ ലൈറ്റിന് ചുറ്റും ഒന്ന് ഈ ജെൽ പേപ്പർ നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റ് നമുക്ക് അവിടെ കിട്ടി. നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ബ്ലൂ ലൈറ്റാണ്, മേ ബി ഒരു ഡാർക്ക് അതല്ലെങ്കിൽ ഒരു സാഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, ഒരു നൈറ്റ് സീനൊക്കെ ലൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്ലൂ ടോൺ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ ലൈറ്റ് വെച്ച് മാത്രം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന 6 സിനിമാറ്റിക് ലൈറ്റിംഗ് സെറ്റപ്പ്. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ഗോഡോക്സിൻ്റെ ലൈറ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു ലൈറ്റ് വെച്ചിട്ടായാലും വളരെ ബഡ്ജറ്റ് വളരെ ചീപ്പായിട്ടുള്ള ലൈറ്റ് വെച്ചിട്ടായാലും നമുക്ക് ഈ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എല്ലാത്തിൻ്റെ ഒടുവിൽ നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, മിക്ക ആൾക്കാരും ചെയ്യാൻ മറന്നു പോകുന്നൊരു കാര്യമാണ്, സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടാ. അതുപോലെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണോടും പ്രസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം. അതൊരു ബൈ, പീസ്.